നല്ല കിടിലനൊരു സ്വിമ്മിംഗ് പൂളും മനോഹരമായ ഫാം ഹൗസ് കാഴ്ചകളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസോട് കൂടി കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പുഴയുടെ തീരത്തുള്ള ഒരു അടിപൊളി സ്റ്റേ ആണോ നിങ്ങൾ നോക്കുന്നത്? അതും എറണാകുളത്ത് നിന്ന് അധികം ദൂരത്തിലല്ലാത്തൊരു പ്രോപ്പർട്ടി. എങ്കിൽ നമ്മുടെ എറണാകുളത്ത് തന്നെ ആലുവ പുഴയോട് ചേർന്ന് ഇത്തരത്തിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ ഒരു ഫാം ഹൗസ് പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 6 മുതിർന്നവരും 3 കുട്ടികളും ഉൾപ്പെടെ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ പാക്കേജാണ് നമ്മളെടുത്തത്. വെൽക്കം ഡ്രിങ്ക്, ടീ, സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സ്വിമ്മിംഗ് പൂളും മനോഹരമായ ഫാം ഹൗസ് കാഴ്ചകളും ക്യാരംസ്, ഷട്ടിൽ, ടേബിൾ ടെന്നീസ്, ടേബിൾ സോക്കർ, ജമ്പിങ് ട്രാപ്പോളിൻ ഒക്കെ ആയിട്ട് ഒരു ദിവസം സ്റ്റേ അടിച്ച് പൊളിക്കാനുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ 3 ബെഡ്റൂം ഫാം ഹൗസിൻ്റെ ഒരു ഹോളിലേക്ക് നമ്മൾ എത്തിയ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വേറെ എവിടെയുമല്ല, റിവർസ്കേപ്സ് ഫാം ഹൗസ് കൊച്ചി എന്ന് പറയുന്ന ആലുവയിൽ UC കോളേജിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇത്തരത്തിൽ മനോഹരമായ ഹരിതാപമായ ചെടികളും മരങ്ങളും ഒക്കെയാണ്. ഇത് മാത്രമല്ല, മറ്റൊരാളും കൂടി നമ്മളെ വെൽക്കം ചെയ്യാൻ വരുന്നുണ്ട്. ഈ കാണുന്ന വിമാനം. നമ്മൾ സ്റ്റേ ചെയ്ത 3 ബെഡ്റൂം ഫാം ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എത്തി, വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നു, നമ്മളതൊക്കെ കുടിച്ചു. ആ വെൽക്കം ഡ്രിങ്കിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഞാൻ പുറകെ പറഞ്ഞുതരാം. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ ചെടികളും മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് ഏതൊക്കെയാണ് ചെടികളും മരങ്ങളെന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ ഏതായാലും നമ്മൾ കണ്ടതും ഇതുവരെ കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ചെടികളും മരങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കണ്ടത് വളരെ പെട്ടെന്ന് കുറച്ച് കാഴ്ചകൾ ഞാനൊന്ന് ഇതിൻ്റെ ഒപ്പം കാണിച്ചു പോവുകയാണോ. ഈ കാണുന്നത് മൾബറിയാണ്. സാധാരണ മൾബറിയുടെ ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിലും കായ് ഉണ്ടായി കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചെടികൾ അവിടെ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, വളരെ കുറച്ച് സാധനം മാത്രം പെട്ടെന്ന് കാണിക്കുകയാണ്. ഈ കാണുന്നത് ബേർ ആപ്പിളാണ്, നമ്മൾ ഇലന്തപ്പഴം എന്നൊക്കെ പറയും. അതിൻ്റെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫാം ഹൗസിൻ്റെ മുൻപിലത്തെ കാഴ്ചകളാണ് കേട്ടോ. പുറകിലേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതൊരു പ്രത്യേകതരം പേരൊക്കെയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ. പല വിഭാഗത്തിൽപ്പെട്ട സംഭവങ്ങളുണ്ടല്ലോ. ഈ കാണുന്നത് ലൂബിക്കാണ്, ലൗലോളിക്ക എന്നൊക്കെ പറയാറുണ്ട്. ഇന്ത്യൻ പ്ലം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് ഒരുപാട് മരത്തിലുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആണ് നമുക്ക് വന്നപ്പോൾ കിട്ടിയത്. അതാണ് ഞാൻ വെൽക്കം ഡ്രിങ്ക് കുടിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. അതായത് നമുക്ക് കിട്ടിയ വെൽക്കം ഡ്രിങ്ക് ഫാം ഫ്രഷ് വെൽക്കം ഡ്രിങ്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് സെറ്റപ്പാണ് ഈ ഫാം ഹൗസിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഫാം ഹൗസിൻ്റെ പുറകുവശത്ത് നമുക്ക് കാണാം. അതിൽ തന്നെ നമ്മളിത് ഈ കാണുന്ന സംഭവം കണ്ടോ, ഓസ്ട്രേലിയൻ ചെറി. നമ്മുടെ ലവലോളിക്ക പോലെ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയൻ ചെറിയാണ്. അത് മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. മൂത്ത് വരുമ്പോഴൊക്കെ നല്ല റെഡിഷ് കളറായിരിക്കും, നല്ല സ്വീറ്റാണ്. അതിൻ്റെ ചെടികളും നമ്മളവിടെ കണ്ടു. ഈ കാണുന്ന മരം മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ മരത്തിൻ്റെ പുറകിലായിട്ട് കാണുന്നത് എബിയു എന്ന് പറഞ്ഞ ഒരു പഴത്തിൻ്റെ ആ ഒരു മരമാണ് ഈ കാണുന്നത്. അത് മരങ്ങൾ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അത് കായ്ച്ചു നിൽക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്കും ഇത് വലിയൊരു പഴമായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഉണ്ട്, നമുക്ക് വീണ്ടും വരാൻ തോന്നുന്ന സംഭവമാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഫാം ഹൗസിൻ്റെ പുറകുവശത്തേക്ക് എത്തിയപ്പോൾ ചെറിയൊരു കോഴിക്കൂട് കാണാം കേട്ടോ. വളരെ ചെറിയൊരു കോഴിക്കൂടാണ്. അത്യാവശ്യം കോഴികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് പുറകിൽ. അതിലെ കൂടി നടന്നാണ് നമ്മൾ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബെഞ്ചുകളും ടേബിളുകളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആടി നമ്മുടെ ഏതിലും ആകെ ഹാപ്പിയാണ്. വീട്ടുകാരും ആകെ വണ്ടടിച്ചിരിക്കുകയാണ് ഇത്രയും മനോഹരമായ കാഴ്ചകളും കൃഷിയൊക്കെ കണ്ടിട്ട്. ഇത് പ്ലാവ് കണ്ടോ നിങ്ങൾ? ചക്ക ഉണ്ടായി കിടക്കണം കണ്ടോ? ഇത്രയും കാഴ്ച കിടക്കണമൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾ കണ്ടോ? തറയൊക്കെ കെട്ടി വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, ഒരു ഇല പോലും വീഴാത്ത രീതിയിൽ ചില സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെ. എല്ലാ മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ തറ കെട്ടിക്കൊടുത്ത് അതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് മറ്റേ വെള്ളം തുള്ളി നന പോലെ ട്യൂബ് ഇട്ട് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം നനയ്ക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പുഴയുടെ തീരത്തെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ആലുവ പുഴയുടെ മനോഹരമായ കാഴ്ച നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. മീനിൻ്റെ കൂട് കൃഷിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. പുഴയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ഇല്ല, കാര്യം അത്ര സേഫ് അല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. അതുപോലെ കമ്പി വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്, കുട്ടികളാരും പെട്ടെന്ന് പുഴയിലേക്കൊന്നും പോകില്ല, ഫുൾ ബ്ലോക്ക്ഡ് ആണ്. അപ്പോഴേക്കും എത്തി നമ്മുടെ അടുത്ത വിമാനം.
അപ്പോഴേക്കും നമ്മുടെ വിമാനം ബിൽഡിങ്ങിൻ്റെ പിന്നിൽ ഒളിച്ചു കേട്ടോ. ഇതിനോട് ചേർന്നുള്ള മത്സ്യക്കൂട് കൃഷി നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അത് ഇവരുടെ സ്വന്തമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇപ്പോൾ തിലോപ്പിയയും കരിമീനുമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന ഗസ്റ്റിന് എന്താണോ വേണ്ടത് അതിനെ ഫ്രഷ് ആയിട്ട് പിടിച്ച് അവർ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് കൈ വരുന്നത്. ഇങ്ങനെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതിൻ്റെയൊക്കെ എമൗണ്ട് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെയൊക്കെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എത്ര വിമാനങ്ങൾ വന്നു പോയെന്ന് നമുക്ക് എണ്ണമില്ല. കിടന്ന് വരുന്നൊക്കെ വിമാനം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു നമ്മളിവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പാക്കേജാണ് എടുത്തതെന്ന്. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യാതെയുള്ള ഡേ പാസുകളും അവൈലബിൾ ആണ്. അതിൻ്റെ ടൈം വരുന്നത് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അതിൻ്റെ അകത്ത് വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, ടീ സ്നാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഈ ഫാം ഹൗസിൻ്റെ പുറകിലൊരു കാഴ്ച മൊത്തത്തിലൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരുപാട് ബെഞ്ചുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബെഞ്ചുകൾ, ടേബിള്, ഊഞ്ഞാൽ, ഒരുപാട് തരം മരങ്ങൾ, ചെടികൾ, നമ്മൾ കണ്ടതും കാണാത്തതും അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ടേബിൾ ടെന്നീസ് കണ്ടത് കേട്ടോ. ടേബിൾ ടെന്നീസിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടേബിൾ സോക്കറാണ്. സമയം പോകുന്നറിയില്ല, കുറേ നേരം കളിച്ച് നമ്മളങ്ങനെ സമയം അവിടെ തകർത്തു. ഇനി നമുക്ക് റൂമിൻ്റെ കാഴ്ചകൾ കാണാം. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതായിരിക്കും റൂമിലെ ഫെസിലിറ്റി എന്തൊക്കെയുണ്ട്, റൂം എത്തരത്തിലുള്ള റൂമുകളാണ്. 3 ബെഡ്റൂം ഫാം ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്, സിറ്റ് ഔട്ട് ഇതാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്നത് ആദ്യം വലിയൊരു ഹോളാണ്. ഹോൾ ഉൾപ്പെടെ 3 ബെഡ്റൂമുകളും എല്ലാം എ സിയാണ്. വലിയൊരു സോഫ സെറ്റ്, വലിയൊരു ചെറിയൊരു കട്ടിൽ, ചെയർ എല്ലാം ഹോളിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബെഡ്റൂം കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം വലിയൊരു ബെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മുറിയിലും ടേബിൾ വരുന്നുണ്ട്, ചെയർ, അതുപോലെ കബോർഡ്സ്, TV, AC, ഫാൻ, ഇതെല്ലാം എല്ലാ റൂമിലും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷന് വേണ്ടി കർട്ടനും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻനെസ് ആണ്. എല്ലാ റൂമും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു പൊടി പോലും ഇല്ല എന്ന് വേണം നമുക്ക് പറയാം. കാര്യം വളരെ ഹൈജീനിക്കായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. അടുത്ത ബെഡ്റൂമിലും ഇതേപോലെ തന്നെ സെയിം ടേബിൾ, ചെയർ, കബോർഡ്, TV എല്ലാം ഉണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് കാണിക്കണം. നമ്മുടെ സമയം അധികം കളയാതിരിക്കാൻ വേണ്ടി, വീഡിയോ കാണുന്നവരുടെ സമയം അധികം കളയാതിരിക്കാൻ വേണ്ടി എല്ലാം പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ. ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഇപ്പോൾ സൈഡിലും ഒരു ബെഡ്റൂമാണ്. അങ്ങനെ മൊത്തം 3 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇത് കൂടാണ്ട് പുറത്ത് വേറെ ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ 3 ബെഡ്റൂമുകളും ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ ഉള്ളതാണെന്ന് പറയാം. ഈ പറഞ്ഞ പോലെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ കാണുന്നതാണ്. ഈ പറഞ്ഞ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ഒരു കിച്ചൺ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നേരെ കാണുന്നത്. കിച്ചൺ ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ഏരിയയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാര്യം നമ്മൾ പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ കിച്ചൺ ഏരിയ നമുക്ക് ആവശ്യം വരുന്നില്ല. എങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ കിച്ചൺ സ്പേസ് അവിടെ അവൈലബിൾ ആണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്ത് ഒരു ഏരിയ ഉണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ട്രംപോളിനും ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഇത്ര മനോഹരമായിട്ടാണ്. അതായത് ഒരു മാവിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്, നല്ല ക്ലിയർ വാട്ടറാണെന്ന് വേണം പറയാൻ. അത്രയ്ക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പുറകെ പറയാം. ആദ്യം നമുക്ക് റൂമുകൾ കാണിക്കാം. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഞാൻ പറഞ്ഞ പുറത്തുള്ള റൂംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. 2 റൂംസ് പുറത്ത് വരുന്നുണ്ട്. ഒരു A-ഫ്രെയിം സെറ്റപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. താഴത്തെ റൂമിൻ്റെ കാഴ്ചകൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. അകത്തേക്ക് കയറി വരുമ്പോഴത്തേന് ആദ്യം വരുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂം സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങൾ, AC, എല്ലാ റൂമും AC ആണ് ഈ പറഞ്ഞ പോലെ. ഇനി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കിച്ചൺ ഏരിയ പോലത്തെ ഒരു എന്താ പറയുക, ഒരു സിങ്കും വാഷിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ്സും കാര്യങ്ങളും, വാട്ടർ ഹീറ്റർ എല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് താഴത്തെ റൂമിൻ്റെ കാഴ്ചയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ A-ഫ്രെയിം ഒരു റൂം വരുന്നത്. മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ആ A-ഫ്രെയിം റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് കേട്ടോ. ഇവിടെ ആദ്യം കയറി വരുമ്പോൾ തന്നെയാണ് ഈ കിച്ചൺ ഏരിയ പോലത്തെ ടേബിളും സിങ്ക്, വാഷിംഗ് ഏരിയയും കബോർഡ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലാണ് ഈ വരുന്ന A-ഫ്രെയിം ബെഡ്റൂം വരുന്നത്. എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ളൊരു റൂമാണത്. ഒരു A-ഫ്രെയിം എന്ന് വെച്ചാൽ അത്ര കോമൺ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള സെറ്റപ്പ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം ഒരു റൂമാണ്. അവിടെ ഗ്ലാസ് പാർട്ടീഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ താഴത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എ ഫ്രെയിം റൂം. അതിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ചിലവർക്ക് അറിയാൻ ആഗ്രഹം സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടുത്തെ റൂട്ട്സ് ആൻഡ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സ്വിമ്മിംഗ് പൂളാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഉള്ള സംശയം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടും പെണ്ണുങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ടോ, ആഴം കൂടുതലുണ്ടോ, അങ്ങനത്തെ പല സംശയങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓരോന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ കൊടുത്തത്. ഈ ഗ്രില്ലുള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പുറത്തെ ആഴം കുറച്ച് കൂടുതലാണ്. വലിയ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ ഏകദേശം ഉണ്ടോ അതിൻ്റെ മുട്ടിന് തൊട്ട് മുകളിൽ ഉള്ള ഒരു ഹൈറ്റ് ഇവിടെ ഉള്ളൂ. പിന്നെ അപ്പുറത്തേക്കാണെങ്കിൽ കുറച്ചും കൂടി ഡെപ്തുള്ള സ്ഥലമാണ്. അപ്പം ഇനി ഇവിടെ ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ശരിക്കും ഡൈവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ഒരു 4 അടി 5 അടിയൊക്കെ ഹൈറ്റ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഹൈറ്റാണ്. എൻ്റെ വയറിൻ്റെ ഒരു ലെവലാണത്. അങ്ങോട്ട് വരുമ്പോഴേക്കും ചെറുതായിട്ട് ഡെപ്ത് കൂടി വരും. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഉടുപ്പ് നനനുസരിച്ച് വെള്ളം കയറി തന്നെ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ. എന്നാലും ഓവറായിട്ടൊന്നുമില്ല. മാക്സിമം പോയാൽ ഒരു 4.5 അടി ഒക്കെയാണ് ഹൈറ്റ് നമുക്ക് തോന്നുന്നത്. അളവ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങി കാണിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാമിലിയായിട്ടും സ്ത്രീകളായിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റുമോ, ഡെപ്ത് എത്തുന്നവരുണ്ടെന്നൊക്കെ അറിയുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി കാണിച്ചത്. ഇനിയിപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ വിഷ്വലി പുറകെ കാണിച്ചു തരാം. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും പൂളിൻ്റെ വൈബ് മൊത്തം മാറി. ഒരടിച്ച് പൊളി വൈബ്. വൈറലി കറക്റ്റ് പാട്ടും അത് ഇടറോ, നമ്മളെ സർച്ച് എടുക്കണ്ടേ. അങ്ങനെ നമ്മുടെ ഈദിൽവാവ ഒറ്റക്ക് വന്ന് പൂളിൽ ഇറങ്ങുന്ന കാഴ്ചയുണ്ട് നിങ്ങൾ കാണുന്നത്. സംഭവം ഈ വിഷ്വൽ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ കുട്ടികൾക്ക് സേഫ് ആണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഷോട്ടും കൂടി എടുത്ത് കാണിക്കുന്നത്. കുട്ടികൾക്ക് ഇരിക്കാനുള്ള പോർഷനാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ രാത്രി ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുള്ള പൂളിൻ്റെ വൈബ് നിങ്ങൾ കണ്ടില്ലേ. എന്തുകൊണ്ടും സംഭവം അടിപൊളിയാണ്. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ എന്തുകൊണ്ടും തകർത്തു എന്ന് വേണം പറയാൻ. കാര്യം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. വൈഫായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഞാനും. അപ്പോൾ അകത്തും വെള്ളം പുറത്തും വെള്ളം, സംഭവം അടിപൊളി. അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ഡിന്നറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സലാഡ്, കിടിലൻ ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം ഫ്രൈഡ് റൈസും നല്ല അടിപൊളി കോഴിക്കറിയും. ഇതാണ് നമുക്ക് വേണ്ടി അന്ന് ഡിന്നറിന് വഴി അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് എന്തെങ്കിലും മെനു വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും രാത്രിയായി. നമ്മൾ രാത്രിയത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഫാമിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നതാണ്. അങ്ങനെ കിടന്നുറങ്ങി. നേരം വെളുത്തു. രാവിലത്തെ കാഴ്ച നമ്മുടെ ഫാം ഹൗസിൻ്റെ ഫ്രണ്ടിൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനി ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ബേസിക് സ്റ്റാൻഡേർഡ് റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4500 രൂപ മുതലാണ്. ഇനി അഥവാ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 15 പേരെ കിടക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ പെർ ഹെഡ് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫുൾ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ എണ്ണം ഞാൻ 15 ഉദാഹരണത്തിന് പറഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ എണ്ണം കൂടുതലോ കുറവോ എത്രയോ ആയിക്കോട്ടെ, അതനുസരിച്ച് റേറ്റിൻ്റെ കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വിളിച്ചന്വേഷിക്കാവുന്നതാണ്. ഈ കാണുന്ന മരങ്ങളിലും ചെടികളിലും ഒക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിരിക്കുന്നത് കണ്ടോ. അതായത് ചെടികൾക്ക് വേണ്ടി തുള്ളി നന വേണ്ടിയുള്ള ട്യൂബുകളാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. അങ്ങനെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഒരു ഫാം ഹൗസ് എന്ന് എല്ലാ രീതിയിലും പറയാൻ പറ്റിയ രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മളൊരു മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എന്തുകൊണ്ടും 5 ഔട്ട് ഓഫ് 5 നമ്മൾ മാർക്ക് കൊടുത്തേ മതിയാവുള്ളൂ. പുട്ട്, കടല, പൂരി, മസാല,
അതുപോലെ തന്നെ ഓംലെറ്റ്, ബ്രെഡ്, എല്ലാ സെറ്റപ്പും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മൾ വരുന്ന ദിവസം ബാർബിക്യോ, ചിക്കൻ 65 അല്ലെങ്കിൽ ഫാം ഫ്രഷ്, തിലോപ്പിയ, ഫ്രഷ് ഫ്രൈ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ എക്സ്ട്രാസ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഓപ്ഷണൽ എക്സ്ട്രാസ് ആയിട്ട് വരുന്നതിൻ്റെയൊക്കെ എമൗണ്ട് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, അതിന് എമൗണ്ട് എക്സ്ട്രാ മറ്റൊരു ചാർജായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും എല്ലാ കാര്യത്തിലും നമുക്ക് റേറ്റിംഗ് 5 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റിയ വെൽ സെറ്റപ്പാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിലും, ടേസ്റ്റിൻ്റെ കാര്യത്തിലും, ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും നമുക്കൊന്നും പറയാനില്ല. അതുപോലെ ഡൈനിങ് ഏരിയ കണ്ടോ, പക്കയായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫുഡിൻ്റെയും ഡൈനിങ് ഏരിയയുടെയും കാര്യത്തിൽ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാം. അതായത് ഞാനും എൻ്റെ ഫുൾ ഫാമിലിയും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ക്വാളിറ്റി എല്ലാം പക്കയാണ്. എങ്ങനെയുണ്ട് ഇതിലെ, കൊള്ളാമോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കോഴികളോടും നമ്മുടെ മരങ്ങളോടൊക്കെ ഒന്ന് യാത്ര പറയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതിലെ എത്രേ. അപ്പോൾ നമ്മുടെ ഈ റിവർസ്കേപ്പ് ഫാം ഹൗസിലെ സ്റ്റേ നമുക്ക് എല്ലാവരും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അത് ഫുഡ് ആയിക്കോട്ടെ, അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഇവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഹാപ്പിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ മറ്റൊരു പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 50-55 പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി ഹാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനോ അതുപോലത്തെ ചെറിയ ഇവൻറ്റ്സുകളോ മീറ്റിങ്ങുകളോ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. അതിനോടൊപ്പം ഒരു 3 ബെഡ്റൂമോട് കൂടിയ ഒരു ഫാം ഹൗസ് കൂടി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ റൂംസാണ്. ഇതെല്ലാം ഡിസംബർ 1st വീക്കോട് കൂടി തന്നെ കൺസ്ട്രക്ഷൻ പൂർത്തിയാവും. ഇപ്പോൾ നിലവിൽ വീഡിയോയിൽ കാണിച്ച പോലത്തെ 5 റൂംസാണ് ഉള്ളത്. കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. സോ ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.